അനാഥബാലനായി ജീവിതം തുടങ്ങിയ കാട്ടിൽ വെച്ച് തന്നെ നാഗങ്ങളാലും അഗ്നിയാലും ബന്ധുവെണ്ണീറായ ഒരു വീരനുണ്ടായിരുന്നു. രാമന്തളിയിലെ കുന്നൂർ എന്ന പ്രദേശത്തെ ഭൂപ്രഭുവായിരുന്ന മേലേടത്ത് ചക്കിയമ്മയുടെ വളർത്തുപുത്രൻ കേളൻ. ശിവൻ തന്റെ തുടയിൽ ജട കൊണ്ടടിച്ച് ദിവ്യനായൊരു പുത്രന് ജന്മം നൽകുന്നു. നായാട്ട് വീരനും ധൈര്യശാലിയുമായ വയനാട്ടുകുലവൻ. നായാട്ട് കഴിഞ്ഞ് പൂമ്പുന്നം കാട്ടിലെത്തിയ വയനാട്ടുകുലവൻ രണ്ട് നെഞ്ചിലും നാഗങ്ങളുമായി വെന്ത് കിടക്കുന്ന കേളനെ കാണുന്നു. തന്റെ വിൽക്കാലുകൊണ്ട് വെണ്ണീരിലടിച്ച ശേഷം തന്റെ വില്ലുകൊണ്ട് തൊട്ടപ്പോൾ കേളൻ പുനർജനിച്ചു. ഞാൻ കണ്ടതുകൊണ്ട് നീ ഇനി കേളൻ എന്നല്ല കണ്ടനാർ കേളൻ എന്നറിയപ്പെടുമെന്ന് ദേവൻ പറഞ്ഞു. വയനാട്ടുകുലവനെ പോലെ തന്നെ ശിവനും പാർവതിക്കും ഭൂമിയിൽ പുലിയുടെ അവതാരമായ പുലിക്കണ്ടനിലും പുള്ളിക്കരിങ്കാളിയിലുമായി 6 മക്കൾ ജനിക്കുന്നു. അതിൽ 5ാമനാണ് പുലിയൂർ കണ്ണൻ. പുലിദൈവമെന്നാണ് അവർ അറിഞ്ഞിരുന്നത്. സൗഹൃദങ്ങൾക്ക് ഏറെ വില നൽകിയിരുന്ന പുലിയൂർ കണ്ണൻ വയനാട്ടുകുലവന്റെ നേർ ചങ്ങാതിയായിരുന്നു. തൊണ്ടച്ചൻ എന്ന് വിളിപ്പേരുള്ള വയനാട്ടുകുലവന്റെ കൂടെ കണ്ടനാർ കേളനും പുലിയൂർ കണ്ണനും കൂടെ ചേർന്ന് നിന്നാൽ പിന്നെ അവിടെ കാണുന്നത് ഭക്തിയുടെയും ആവേശത്തിന്റെയും മറ്റൊരു ലോകമാണ്. ഇതാണ് നീലിയത്തകത്തോട് തറവാട്. കണ്ണൂർ ടൗണിനടുത്തുള്ള മുണ്ടയാട് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്താണ് മുമ്പ് പറഞ്ഞ 3 തെയ്യങ്ങളും നമ്മൾ കാണുവാൻ പോകുന്നത്. 3 ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന വലിയൊരു ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 3 ദൈവങ്ങൾക്കും വേണ്ടി 3 വ്യത്യസ്തങ്ങളായ പള്ളിയറകൾ ഇവിടെയുണ്ട്. അതിൽ വയനാട്ടുകുലവന്റെയും പുലിയൂർ കണ്ണന്റെയും അടുത്തടുത്തും കണ്ടനാർ കേളന്റേത് കുറച്ച് മാറിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ഥിരപ്രതിഷ്ഠയില്ലാത്ത ഈ കാവിൽ തെയ്യത്തിന്റെ സമയത്ത് വരവിളിയിലൂടെയാണ് ദൈവത്തെ ഇവിടെ എത്തിക്കുന്നത്. ആ ഒരു ചടങ്ങിനെ തോറ്റം എന്നാണ് വിളിക്കപ്പെടുന്നത്. തെയ്യം കിട്ടുന്ന കോലധാരിയും അവരുടെ കോമരവും പിന്നെ കുറച്ച് തറവാട്ടുകാരും മാത്രമായിരിക്കും ആ ചടങ്ങിലുണ്ടാകുന്നത്. വളരെ ലളിതമായ രീതിയിലുള്ള അണിയലുകൾ മാത്രമേ തോറ്റത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. തോറ്റത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരവിളിയും തോറ്റപ്പാട്ടും ഒക്കെ തന്നെയാണ്. തെയ്യം കെട്ടുന്നയാൾ താൻ നാളെ കെട്ടുവാൻ പോകുന്ന തെയ്യത്തിന്റെ പേര് ചൊല്ലിയാകും വരവിളി നടത്തുക. ചിലയിടത്തൊക്കെ തോറ്റത്തോടൊപ്പം നേർച്ച വെള്ളാട്ടം എന്നൊരു ആചാരം നടത്താറുണ്ട്. അത് ഓരോ ആളുകളുടെയും നേർച്ചയുടെ കാര്യം പോലെയാവും. പൊതുവെ ദോഷങ്ങൾ മാറുവാനും ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയൊക്കെയാവും അത് നടത്താറ്. നമ്മളവിടെ ഉള്ള ദിവസവും 2 നേർച്ച വെള്ളാട്ടം ഉണ്ടായിരുന്നു. പുലിയൂർ കണ്ണൻ ദൈവത്തിൻ്റെയും വയനാട്ടുകുലവൻ ദൈവത്തിൻ്റെയും വെള്ളാട്ടങ്ങൾ. വെള്ളാട്ടം കാണുവാനായിട്ട് കുറേ ആളുകളൊക്കെ എത്താറുണ്ട്. തോറ്റവും നേർച്ച വെള്ളാട്ടവും കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസമാണ് വെള്ളാട്ടവും തെയ്യവും നടത്താറ്. തെയ്യം എന്താണോ അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് വെള്ളാട്ടം. കോലവും അണിയലുകളും എല്ലാം തെയ്യത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും കാഴ്ചക്കാരെ ഭക്തി കൊണ്ട് ത്രസിപ്പിക്കുന്ന എല്ലാം അതിലുണ്ടാവും. തെയ്യത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കോമരങ്ങളെ പറ്റിയും അറിഞ്ഞിരിക്കണം. തോറ്റത്തിലൂടെ ഒരു കോലധാരി തെയ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് മുതൽ ചടങ്ങുകൾ അവസാനിപ്പിച്ച് ദൈവത്തെ പറഞ്ഞയക്കുന്നത് വരെ തെയ്യത്തിന്റെ കൂടെ എല്ലാ ചടങ്ങുകൾക്കും മുൻകൈ എടുത്തുകൊണ്ട് കോമരങ്ങളുണ്ടാവും. തെയ്യത്തിൻ്റെ അത്രയും പ്രാധാന്യമുള്ള തെയ്യത്തിൻ്റെ ഒരു ചെറിയ വേർഷനാണ് വെള്ളാട്ടം. 2 ദിവസങ്ങളായിട്ട് നടന്ന പുലിയൂർ കണ്ണൻ ദൈവത്തിൻ്റെ നേർച്ച വെള്ളാട്ടവുമാണ് ഇനിയത്തെ കാഴ്ച. ദിവ്യ മൃഗരൂപികളുടെ ഗണത്തിൽപ്പെടുന്ന മറ്റൊരു തെയ്യക്കോലമാണ് പുലിയൂർ കണ്ണൻ. ശിവനും പാർവതിയും പുലിയുടെ അവതാരങ്ങളായ പുലിക്കണ്ടനും പുള്ളിക്കരിങ്കാളിയുമായി വാണിരുന്ന കാലം അവർ ഭൂമിയിൽ കണ്ടപ്പുലി, മാരപ്പുലി, പുലിമാരുതൻ, കാലപ്പുലി, പുലിയൂർ കണ്ണൻ എന്നീ ആൺപുലികൾക്കും പുലിയൂർ കാളി എന്ന പെൺപുലിക്കും ജന്മം നൽകി. ഭക്ഷണം അന്വേഷിച്ച് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്ന പുലി ദൈവങ്ങൾ അവിടുത്തെ പശുക്കളെ കൊന്നു തിന്നാൻ തുടങ്ങി. അതിൽ കലി പൂണ്ട ആ നാട്ടിലെ വാഴുന്നവർ പുലികളെ കൊല്ലുവാൻ തീരുമാനിച്ചു.
ആ ദൗത്യം തന്റെ പടനായകനായ കരിന്തിരി നായരെ ഏൽപ്പിച്ചു. പക്ഷേ പുലികളുടെ ആക്രമണത്താൽ കരിന്തിരി നായരും കൊല്ലപ്പെട്ടു. അതിലൂടെ ഇത് സാധാരണ പുലികളല്ല, പുലി ദൈവങ്ങളാണെന്ന് എല്ലാവരും മനസ്സിലാക്കി. പുലി ദൈവങ്ങളാൽ കൊല്ലപ്പെട്ടതുകൊണ്ട് കരിന്തിരി നായരും ദൈവക്കരുവായി മാറി. പുലിയൂർ കണ്ണൻ ഉൾപ്പെടുന്ന 6 പുലി ദൈവങ്ങളുടെ കോലങ്ങൾക്കൊപ്പം കരിന്തിരി നായരുടെ കോലവും കെട്ടിയാടപ്പെടുന്നു. സൗഹൃദപ്രിയനും കുട്ടികളോടൊക്കെ പ്രത്യേക താല്പര്യവുമുള്ള പുലിയൂർ കണ്ണൻ ദൈവം ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും അവരുമായി കൂടിക്കളിക്കുന്ന കാഴ്ചകളൊക്കെ കാണുവാൻ തന്നെ പ്രത്യേക ഒരു രസമാണ്. പുലിയൂർ കണ്ണൻ ദൈവത്തിന്റെ വെള്ളാട്ടമൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ദേവസ്ഥാനത്തെ പ്രധാന ദേവനായ വയനാട്ടുകുലവൻ ദൈവത്തിന്റെ വെള്ളാട്ടമാണ്. ഇവരുടെയൊക്കെ സ്വന്തം തൊണ്ടച്ചന്റെ. ഒരിക്കൽ കൈലാസത്തിലെ മധുവനത്തിൽ കൂടെ പോവുകയായിരുന്ന പരമശിവൻ അവിടെയുള്ള കരിന്തെങ്ങിൽ നിന്നും മധു ഊറി വരുന്നതായിട്ട് കണ്ടു. മധു മോന്തി കുടിച്ച ശിവൻ ഭ്രാന്തമായിട്ട് നൃത്തം ചെയ്യുകയും പാർവതി ദേവി അത് കണ്ട് ഭയപ്പെടുകയും ചെയ്തു. ദിവസവും മദ്യലഹരിയിൽ തന്റെ അടുത്തെത്തുന്ന ശിവന്റെ മദ്യപാനം തടയാൻ പാർവതി ദേവി തീരുമാനിച്ചു. മധുവനത്തിലെത്തിയ പാർവതി ദേവി തന്റെ മന്ത്രശക്തിയാൽ തെങ്ങിൽ നിന്നും മധു തടവി മുകളിലേക്ക് കയറ്റി. പിറ്റേന്ന് അവിടെ എത്തിയ ശിവൻ അത് കണ്ട് രോഷാകുലനാവുകയും തന്റെ തുടയിൽ ആഞ്ഞടിച്ച് ഒരു പുത്രനെ ജനിപ്പിക്കുകയും ചെയ്തു. തെങ്ങിൽ കയറി മധു എടുക്കുവാൻ അവനെ നിയോഗിച്ചു. പതിവായി ശിവനു വേണ്ടി മധു ശേഖരിക്കുന്ന ദിവ്യനും മധുപാനം തുടങ്ങി. ഇതറിഞ്ഞ ശിവൻ കദളീവനത്തിൽ നായാടരുതെന്നും അവിടുത്തെ മധു കുടിക്കരുതെന്നും പറഞ്ഞ് ദിവ്യനെ വിലക്കി. എന്നാൽ വിലക്ക് വകവെക്കാതെ മധുപാനം തുറന്ന ദിവ്യൻ ശിവകോപത്തിനിരയായി. അവന്റെ 2 കണ്ണുകളും പൊട്ടിത്തെറിച്ചു. ദിവ്യൻ ശിവന്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. കോപം കെട്ടടങ്ങിയ ശിവൻ അവന് മാപ്പ് നൽകി. പൊയ്ക്കണ്ണും മുളഞ്ചൂട്ടും മുളയമ്പും വില്ലും നൽകി അനുഗ്രഹിച്ച് ഭൂമിയിലേക്ക് അയച്ചു. പോകുന്ന വഴിക്ക് ചൂട്ടിലെ പുക കണ്ട് കണ്ണുനീറിയ ദിവ്യൻ തന്റെ പൊയ്ക്കണ്ണും വിത്തുപാത്രവും മുളഞ്ചൂട്ടും ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണത് വയനാട്ടിലെ ആദിപർമ്മൻ കണ്ണന്റെ പടിഞ്ഞാറ്റയിലായിരുന്നു. അങ്ങനെ ദിവ്യൻ വയനാട്ടിലെത്തി. തന്റെ ദിവ്യത്വം അവിടെയുള്ളവരെ പല രീതിയിലും മനസ്സിലാക്കി കൊടുത്ത ദിവ്യൻ കണ്ണൂർ വളപട്ടണത്തേക്ക് യാത്രയായി. അവിടുത്തെ ദിവ്യനെ പക്ഷേ അംഗീകരിക്കാൻ കോലത്തിരി മന്നൻ വിസമ്മതിച്ചു. ചാലക്കടപ്പുറത്ത് നിന്ന് ഊനം കൂടാതെ പുലിത്തോല് തനിക്ക് എത്തിക്കാൻ കോലത്തിരി ആവശ്യപ്പെട്ടു. അതായത് ദ്വാരങ്ങളില്ലാത്ത പുലിത്തോല്. അമ്പെയ്യുമ്പോൾ പുലിയുടെ ശരീരത്തിൽ ദ്വാരമുണ്ടാകുമെന്നത് കോലത്തിരിക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എങ്കിൽ നായാട്ടിൽ പ്രഗത്ഭനായിരുന്ന ദിവ്യൻ അവിടെ എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു കാക്കയ്ക്കിരിക്കാൻ പോലും ചെറുമരമില്ലാത്ത ചാലക്കടപ്പുറത്ത് കണ്ണ് ചിമ്മി തുറക്കും മുമ്പേ ദിവ്യൻ കൊടുങ്കാട് തീർത്തു. അതിൽ നിന്നും മുരളുന്ന പുലിയുടെ ചെവിക്കുണ്ടിൽ അമ്പെയ്ത് അതിനെ വകവരുത്തി. എന്നിട്ട് ഊനം കൂടാതെ പുലിത്തോല് മന്നന് കാഴ്ചവെച്ചു. പിന്നെ ഒട്ടും താമസം ഉണ്ടായില്ല. വയനാട്ടിൽ അമർന്ന കുലവനെ വയനാട്ടു കുലവനായി ദൈവമായി എല്ലാവരും അംഗീകരിച്ചു. രണ്ടാമത്തെ ദിവസം കേട്ടോ. ഇന്നലെ നമ്മൾ ഒരു നേർച്ച വെള്ളാട്ടമല്ല കണ്ടേ. ഇന്ന് 2ാമത്തെ ദിവസം. അതിൻ്റെ വെള്ളാട്ടം നടക്കുന്നതിനിടയ്ക്ക് മഴ പെയ്തിട്ട് ആകപ്പാടെ എല്ലാവരുടെയും ഉള്ളിലൊരു ഭയമൊക്കെ ആയി. കാര്യം പുള്ളി തീ കൊണ്ടുള്ള കളിയല്ല. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകുമെന്നൊക്കെ ഒരു പേടിയൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടായി. പക്ഷേ മഴ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ മഴയത്ത് ഈ വെള്ളാട്ടമില്ലേ, അതായത് ദൈവം ഇവരുടെ തറവാട്ടിലോട്ട് വന്നിട്ട് ഇവരെയൊക്കെ അനുഗ്രഹിച്ചിട്ട് പോകുന്ന ചെറിയ ചടങ്ങുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് മഴ പെയ്തത്. ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നതാണല്ലോ, കണ്ണീന്ന് പോകുന്നില്ല. അമ്മാതിരി ഒരു കാഴ്ചയാണ്. ഫ്രണ്ടിലെയും മറ്റേ ചൂട്ടൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കൊണ്ടിരുന്ന ചൂട്ടൊക്കെ കൂട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് പോകുകയും അതിൻ്റെ ബാക്ക് ഡ്രോപ്പിലും മഴയും. ഈശ്വരന്മാരെ
ദൈവം തന്നാൽ പോരെ കൂടി ഉണ്ടാവും. എവിടെ ചെന്നാലും അച്ഛനും അമ്മയും കൺകണ്ട ദൈവം. പാരമ്പര്യമായിട്ട് കൊണ്ട് നടക്കുന്ന വഴിയായിടത്തൊക്കെ വണ്ണം ഇങ്ങനെ ഇനി കണ്ടനാറുകളുടെ വെള്ളാട്ടമാണ്. അപ്പോൾ നമ്മളെ ഇവിടെ ചുറ്റും നിൽക്കുന്നവരൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞു കേട്ടോ. അത് കുറച്ചുകൂടി ചാടി തീക്കാത്തൂടൊക്കെയുള്ള പരിപാടിയായതുകൊണ്ട് അപ്പോൾ നമ്മളൊക്കെ ഈ സൈഡിൽ ഒരു കയറൊക്കെ കെട്ടി കയറിന് അടുത്ത് വന്ന് നിൽക്കുവാണ്. ഫോട്ടോഗ്രാഫറിൻ്റെ ടാഗൊക്കെ ഉള്ളതുകൊണ്ട് അടുത്ത് നിൽക്കാം. ബാക്കിയുള്ളവർക്കെല്ലാം ഇവിടെ ഗാലറി സെറ്റപ്പിലൊക്കെയാണ്. ഇനിയുള്ളത് തീയും ചൂടും ആരവങ്ങളും ആവേശവും നിറഞ്ഞ കണ്ടനാർ കേളൻ്റെ വെള്ളാട്ടമാണ്. കേളൻ തീയിലൂടെ ചാടുന്ന കാഴ്ചകൾ ഒന്ന് കണ്ടവർ പിന്നെ മറക്കില്ല. അങ്ങനെ ചെയ്യുന്നതിന് പുറകിലും ഒരു കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിനടുത്തുള്ള രാമന്തളിയിലെ കുന്നരു എന്ന സ്ഥലത്തെ ഭൂപ്രഭുവായിരുന്ന മേലേടത്ത് ചക്കി എന്ന സ്ത്രീക്ക് വയനാട്ടിലെ പുമ്പുന്നം കാട്ടിൽ വെച്ച് ഒരു അനാഥ ബാലനെ കളഞ്ഞു കിട്ടി. മക്കളില്ലാത്ത അവർ അവനെ സ്വന്തം മകനെ പോലെ വളർത്തി. ചക്കിയമ്മ തൻ്റെ ദത്തുപുത്രന് ഒരു ഓമന പേരും നൽകി, കേളൻ. ധീരനും ആരോഗ്യവാനുമായി വളർന്ന കേളൻ തൻ്റെ അധ്വാനത്തിലൂടെ കുന്നരു എന്ന പ്രദേശം കൃഷിയാൽ സമ്പൽ സമൃദ്ധമാക്കി. മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ചക്കിയമ്മ അവനെ കൃഷിയിൽ പിന്നോക്കം നിന്നിരുന്ന വയനാട്ടിലെ പുമ്പുനം കാട്ടിലേക്ക് അയച്ചു. വയറു നിറയെ കള്ളും കുടിച്ച് ഇരുമ്പ് കൊണ്ട് തീർത്ത പണിയായുധങ്ങളുമായി കേളൻ യാത്ര തുടങ്ങി. കൂട്ടത്തിൽ വഴിയിൽ വെച്ച് കുടിക്കാനായി ഒരു കുറ്റിക്കള്ള് കയ്യിലും മറ്റൊന്ന് മാറാപ്പിലും എടുത്തിരുന്നു. മുക്കുറ്റിക്കാട്, മൂവരുക്കുന്ന്, നല്ല തേങ്ങ, കരിമ്പനക്കുന്ന് എന്നീ 4 കാടുകൾ കൂടിച്ചേർന്ന വലിയൊരു കാടാണ് പൂമ്പുന്നം. പകൽ മുഴുവൻ മരങ്ങൾ വെട്ടിയും രാത്രിയിൽ മൃഗങ്ങളെ വേട്ടയാടിയും കേളൻ അവിടെ കഴിഞ്ഞുകൂടി. 4ാമത്തെ കാടിന് നടുവിൽ നെല്ലിമരം ഒഴിച്ച് ബാക്കിയെല്ലാം കേളൻ വെട്ടിത്തെളിച്ചു. ആ നെല്ലിമരത്തിന് മുകളിൽ കാളിയും കരാളിയും എന്നു പേരുള്ള 2 നാഗങ്ങൾ വസിച്ചിരുന്നു. വെട്ടിത്തെളിച്ച കാടുകൾക്ക് കേളൻ തീയിടാൻ തുടങ്ങി. ഓരോ കാടിൻ്റെയും 4 മൂലയ്ക്ക് തീയിട്ടിട്ട് അതിസാഹസികമായി അതിൻ്റെ പുറത്തു ചാടി. മദ്യലഹരിയിൽ ബാക്കിയുള്ള കാടുകൾക്കും തീയിട്ട് അവയിൽ നിന്നും ചാടിക്കടന്നുകൊണ്ടിരുന്നു. ഇത് കണ്ട് അഗ്നിയും വായുവും കോപിച്ചു. 4ാമത്തെ കാട്ടിൽ തീയിട്ടപ്പോൾ അഗ്നികോപത്താൽ തീ ആളിക്കത്തി. തീയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ കേളൻ തൻ്റെ മുന്നിലുള്ള നെല്ലിമരത്തിലേക്ക് പാഞ്ഞു കയറി. പ്രാണഭയത്താൽ അതിൽ പേടിച്ചിരുന്ന സർപ്പങ്ങൾ കേളന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറുകയും 2 നെഞ്ചിലും മാറി കൊത്തുകയും ചെയ്തു. മരത്തിൽ നിന്ന് പിടിവിട്ട് താഴെ വീണ കേളനും നാഗങ്ങളും തീയിൽ വെന്തു വെണ്ണീറായി. അനാഥബാലനായി ജീവിതം തുടങ്ങിയ പുമ്പുനം കാട്ടിൽ വെച്ച് തന്നെ കേളൻ വെന്തുരുകി തീർന്നു. അങ്ങനെ 3 പേരുടെ വെള്ളാട്ടും തോറ്റവും കഴിഞ്ഞേക്കുവാണ്. നമ്മൾ ഇന്നലെ ഇവിടെ വന്നിട്ട് നേർച്ച വെള്ളാട്ടവും കണ്ടായിരുന്നു. ഇന്ന് നമ്മൾ റിയൽ ആയിട്ട് വന്നിട്ട് 3 പേരുടെ വെള്ളാട്ടവും കണ്ടിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ സമയം രാത്രി 12:30 കേട്ടോ. ഇനിയാണ് റിയൽ ആയിട്ടുള്ള ഒരു തെയ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ബാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെയിൻ തെയ്യത്തിന് വേണ്ടിയുള്ള മേലേരി കൂട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാട്ടോ. അതായത് വിറകും അതിൻ്റെ കൂട്ട കർപ്പൂരവും നെയ്യുമൊക്കെ ഒഴിച്ചാണ് അവർ ആ കനലിനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. റിയൽ തെയ്യം ഇവന്റ് അവിടെ നടക്കാൻ പോവാണ്. എല്ലാവരും അതിനോട് വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. വെള്ളാട്ടത്തിന് ശേഷം മേലേരിക്കും തെയ്യത്തിനും ഇടയ്ക്കുള്ള സമയത്ത് തെയ്യത്തിന് വേണ്ടിയുള്ള മുഖത്തെഴുത്തലുകളും അണിയലുകളുമൊക്കെ അവിടെ നടത്തും. ദേവസ്ഥാനത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു മുറിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ ഒരുങ്ങുന്ന സമയം മാത്രമാണ് കോലധാരികളുടെ വിശ്രമ സമയം. ആദ്യം പുലിയൂർക്കണ്ണൻ തെയ്യമാണ് നടക്കുന്നത്. വെള്ളാട്ടത്തിൽ നിന്ന് തെയ്യത്തിലേക്ക് വരുമ്പോഴുള്ള മാറ്റം രൂപത്തിൽ മാത്രമല്ല ഉള്ളത്, ഭാവത്തിലുമുണ്ട്. തെയ്യത്തിൻ്റെ സമയമാകുമ്പോൾ അവിടെ നിറയെ ആളുകൾ തടിച്ചുകൂടും. ആൾത്തിരക്കിൻ്റെ ഇടയിലും പുലിയൂർക്കണ്ണൻ ദൈവം ആളുകൾക്കിടയിൽ ചെന്ന് സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചെങ്ങാത്തം കൂടാൻ ഈ ദൈവത്തെ കഴിഞ്ഞുള്ളൂ ബാക്കി എല്ലാവരും. ഓമന പുലിയൂരണ്ണൻ എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ്. ചങ്ങാത്തത്തിൽ പുലിയൂരണ്ണനോളം വരില്ല എന്ന് പറയും. ഭയങ്കര ചങ്ങാതിയാണ്.
കരഞ്ഞു. അപ്പോൾ നമ്മളിനി വെയിറ്റ് ചെയ്യുന്നത് കണ്ടനാർ കേളന് വേണ്ടിയാണേ. ഓക്കെ, കണ്ടനാർ കേളൻ. പൂമ്പുന്നം കാട്ടിൽ വെന്തു വെണ്ണീറായ കേളന്റെ കഥ അവിടെ കൊണ്ട് തീരുന്നില്ല. നായാട്ട് കഴിഞ്ഞെത്തിയ വയനാട്ടുകുലവൻ ദൈവം നെഞ്ചിൽ 2 നാഗങ്ങളുമായി വെന്തു കിടക്കുന്ന കേളനെ കാണുന്നു. തന്റെ വില്ലുകൊണ്ട് കേളനെ ദേവൻ കുത്തുന്നു. വില്ല് പിടിച്ച് കേളൻ ഉയർത്തെഴുന്നേൽക്കുന്നു. അവിടെ തൊട്ട് കേളൻ വയനാട്ടുകുലവൻ കണ്ട കണ്ടനാർ കേളനാകുന്നു. കണ്ടനാർ കേളന്റെ അഗ്നിപ്രവേശനത്തിന്റെ സമയത്ത് അവിടെ നിൽക്കുക എന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ദൈവികതയുടെ മുന്നിൽ തീയും ചൂടും കനലും ഒന്നും ആരുടെ മുന്നിൽ ഒന്നുമല്ല. ആ തീയുടെ ചൂടിൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഞാനും കണ്ടു കണ്ടനാർ കേളനെ. ഞാൻ കൊത്തിയടക്കി കൊയ്ലാഭത്തെ ഉണ്ടാക്കി കൊടുത്തു. അന്ന് എന്റെ മേലെടുത്ത് ചക്കിയമ്മയുടെ പടിഞ്ഞാറ്റകത്ത് ജനിച്ചു വെച്ചിരിക്കുന്നതായിരിക്കുന്ന മുക്കുറ്റി കള്ളും മുന്നായരാക്കും ഞാൻ മനസ്സ് വന്നു ഒരേ. കണ്ടനാർ കേളന്റെ തെയ്യം കഴിഞ്ഞിട്ട് നേരം വെളുക്കാറാവുമ്പോഴാണ് വയനാട്ടുകുലവന്റെ തെയ്യം നടക്കുന്നത്. അപ്പോഴേക്കും രാത്രി തീ കൊളുത്തിയ വിറകുകളെല്ലാം കനലുകളായി മാറിയിട്ടുണ്ടാവും. ആ കനലുകളൊക്കെ വയനാട്ടുകുലവൻ ദൈവവും ദേവന്റെ കോമരവും ചവിട്ടിത്തെറിപ്പിക്കും. വൃദ്ധരൂപിയായ തൊണ്ടച്ചൻ പൊയ്ക്കണ്ണും വെച്ച് അവിടെയുള്ളവരുടെ കൈകളൊക്കെ പിടിച്ച് ദേവസ്ഥാനത്തിന് ചുറ്റും പ്രദക്ഷിണങ്ങൾ വെക്കും. ചടങ്ങിന്റെ അവസാന ഭാഗത്ത് പൊയ്ക്കണ്ണും കയ്യിലുള്ള ചൂട്ടും എടുത്തു മാറ്റും. ഒരു കൈയിൽ കത്തുന്ന ചൂട്ടും മറുകൈയിൽ അമ്പുമായി നിൽക്കുന്ന തൊണ്ടച്ചന്റെ കൂടെ കണ്ടനാർ കേളനും പുലിയൂർ കണ്ണനും കൂടിച്ചേരുന്ന ഒരു സമയമുണ്ട്. ആ കാഴ്ച ശരിക്കും എൻ്റെ ക്യാമറയിലല്ല, മനസ്സിലാണ് പറഞ്ഞത്. കണ്ണൂരുകാർക്ക് തെയ്യം എന്നുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ ഈ 2 ദിവസങ്ങൾ ധാരാളമായിരുന്നു. പല വിധത്തിലുമുള്ളതായിരിക്കുന്ന ഈശ്വരാരാധനകളാൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന ഒരു പൂങ്കാവനം തന്നെയാണ് ഈ പുണ്യഭൂമി. എന്നിരുന്നാലും ഈ ദേവചൈതന്യങ്ങളെല്ലാം ലയിച്ചു ചേരുന്നതും ഒരേ വായുവിൽ തന്നെയാണ് ഇന്ന് ഞങ്ങൾ കൂടെയുണ്ടാകും.
ഏറ്റവും അവസാന ഭാഗത്ത് വയനാട്ടുകുലവൻ ദൈവം കാവിൽ നിന്ന് പുറപ്പെട്ട് ഒരു പാടത്തിൻ്റെ വരമ്പത്തൂടെയൊക്കെ നടന്ന് ഒരു കുളത്തിലിറങ്ങി പൂജയൊക്കെ ചെയ്ത് നീലിയത്ത് ക്ഷേത്രത്തിലെത്തും. അവിടെ ദൈവത്തെ കാത്ത് കുറേ ഭക്തജനങ്ങളുണ്ടാവും, തങ്ങളുടെ തൊണ്ടച്ചനോട് തങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാനായിട്ട്. അവിടുത്തെ ചടങ്ങുകൾക്കൊക്കെ ശേഷം ദൈവം വീണ്ടും തിരിച്ച് തറവാട്ടിലെത്തും. അവിടെയുള്ളവരെ അനുഗ്രഹിച്ചതിന് ശേഷം തിരിച്ച് കാവിലെത്തും. അവിടുന്ന് ദൈവങ്ങളെ തിരിച്ച് പറഞ്ഞു വിടുന്നതോടെ തെയ്യം ചടങ്ങുകൾക്ക് അവസാനമാകും. ദൈവം എന്ന വാക്കിൽ നിന്നുടലെടുത്ത തെയ്യം വെറും ഒരു കലാരൂപം മാത്രമല്ല, ഇവിടെയുള്ളവരുടെ ജീവന്റെ ഒരു ഭാഗം കൂടിയാണ്. അത് നേരിട്ട് കണ്ടാലേ ശരിക്കും മനസ്സിലാവുള്ളൂ. തെയ്യങ്ങൾ പോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വഴിമാറ്റി വിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വരും തലമുറകൾക്ക് ഇതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കട്ടെ.